പറയുന്നതിന്റെ ഉദ്ദേശം വിദ്യാധനം സർവോധനാൽ പ്രധാനമെന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാനാണ്. അതിന് എനിക്ക് തൗഫീഖ് നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാന ശിലയാണ് വിദ്യാഭ്യാസം. അല്ലാഹു തന്റെ ഖുർആനിലൂടെ ആദ്യമായി പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലസീ ഖലഖ്. നബിയെ, താങ്കൾ വായിക്കുക, താങ്കളെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ താങ്കൾ വായിക്കുക എന്ന ഖുർആനിക വചനം പോലും നമ്മോട് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും കുറിച്ചാണ്. സമാധാന നബിയെ ഛേത്രിയും ആക്ടിവിസ്റ്റുമായ മലാണ്ട യൂസുഫായി ഐക്യരാഷ്ട്രസഭയിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു വിദ്യാർത്ഥിക്ക്, ഒരു അധ്യാപകന്, ഒരു പേനയ്ക്ക്, ഒരു പുസ്തകത്തിന് ഈ ലോകം തന്നെ മാറ്റിമറിക്കാനാകും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാളുകൊണ്ടും രക്തം കൊണ്ടും കീഴടക്കിയ സാമ്രാജ്യങ്ങളും ആശയങ്ങളും ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം അറിവും നിറവും കൊണ്ട് ലോകത്തെ പ്രചരിക്കുന്ന ആശയങ്ങളും കാലാധിപത്യം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വാളുകൊണ്ടും മൃഗീയ പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രചാരം നേടുന്നത്. എന്നാൽ തൂലിക കൊണ്ടും അറിവ് കൊണ്ടും പ്രകാശിക്കുന്ന സ്വർഗവസന്തങ്ങൾ നാനാദിക്കുകളിലും പ്രകാശം പരത്തുന്ന വിളക്കുകളാണ്. അന്ധതയും മഞ്ചതയും മനുഷ്യനെ കാത്തു നിന്നുമ്പോൾ തടയുന്ന നമുക്ക് മുമ്പിൽ വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. കുമിഞ്ഞുകൂടിയ സാമ്രാജ്യങ്ങൾക്കും ബിസിനസ് സാമ്രാജ്യങ്ങൾക്കും കീഴടക്കാവുന്നതിനപ്പുറം വിദ്യയിലല്ലാതെ നമുക്ക് നേടിയെടുക്കാനാവില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര സ്കൂളുകളും കോളേജുകളുമാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. എന്നാൽ അവിടെ ഉള്ളവർക്ക് മൂന്ന് ചൊല്ലിപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പറയെ പോലെ ആകാശത്ത് പറക്കുകയും മീനിനെ പോലെ കടലിനടിയിലൂടെയും നീന്തുവാനും സാധിക്കും. എന്നാൽ മനുഷ്യനെ പോലെ രണ്ട് കാലുകൊണ്ട് ഭൂമിനടിയിലൂടെ നടക്കാനാവില്ല എന്ന സ്വാമീകാലം തന്റെ അർത്ഥഭാഗം മുന്നേ അവിടെ സംഘടിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നെക്സ്റ്റ് കോർ ലെറ്റർ 13. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വജ്മഈ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയ കൂട്ടുകാരെ, സഹോദരന്മാരെ, മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ഏടുകളിൽ നിന്ന് അല്പം ഞാൻ പറയട്ടെ. അഞ്ചു നേരത്തെ നിസ്കാരം ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണല്ലോ. നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ നിസ്കരിച്ചോ എന്നാണ്. മുസ്ലിമുകളും മറ്റ് മനുഷ്യരും തമ്മിലുള്ള അനന്തരം നിസ്കാരമാണല്ലോ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചുപ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തിനെ കുറിച്ച് ഞാൻ അല്പം കാര്യങ്ങൾ പറയട്ടെ. പ്രിയരെ, മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഞാൻ എല്ലാ ദിവസവും പാരായണം ചെയ്യണം. ഖുർആനിൽ നിന്ന് ഒരു ഹർക്കത്ത് പാരായണം ചെയ്താൽ 10 പ്രതിഫലം ലഭിക്കും. അതിനാൽ നാം എന്നും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് തജ്വീദോടെ കൂടി ആയിരിക്കണം. ഇതുകൊണ്ടാണ് നാം ചെറിയ ക്ലാസുകൾ മുതൽ തജ്വീദോടെ കൂടി ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കുന്നത്. ഇത്ര പറഞ്ഞ് ഞാൻ എന്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കണം, ഈ മത്സരം കഴിഞ്ഞാൽ സീനിയർ ഭാഗത്തിന്റെ ഇംഗ്ലീഷ് സ്പീച്ച്, അതിനുശേഷം സബ് ജൂനിയർ വിഭാഗത്തിന്റെ ഗ്രൂപ്പ് സോങ് മത്സരമാണ്. ഗ്രൂപ്പ് ലീഡർ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് സബ് ജൂനിയർ വിഭാഗം ഗ്രൂപ്പ് സോങ്ങിന്റെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുക.
സീനിയർ വിഭാഗം ഇംഗ്ലീഷ് സ്പീച്ച് എത്രയും പെട്ടെന്ന് കോഡ് സ്വീകരിക്കുക.